ആ LICയും ക്ലോസ് ചെയ്യാം. പ്രീമച്ചുറ. എന്നാലും തൽക്കാലം കാര്യം നടക്കും. ആ ബേസി, വക്കീലിന് ഫീസ് കൊടുക്കണം. നീ ഒരു 10,000 രൂപ അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ സാലറി കിട്ടാൻ വൈകും. പാപ്പാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഇതൊന്ന് നിർത്തുവോ? എന്തോ നിർത്താൻ? ഈ കേസിന്റെ പുറകെയുള്ള ഓട്ടം. അവര് തരുന്ന കാശും മേടിച്ച് കേസും പിൻവലിച്ച് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ നീ പറയുന്നത്? തോറ്റു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് ഈ കേസ് ജയിക്കണം. അതെന്റെ വാശിയാ. ഒരു സമാധാനം ഉണ്ടോ പാപ്പ നമുക്ക്? അത് ഈ ഹോസ്പിറ്റലും കേസും ഒക്കെ ആവുമ്പോൾ കുറച്ച് മനസ്സമാധാനക്കേടൊക്കെ ഉണ്ടാവും. ഈ കേസും വാക്കാനായിട്ട് മടുത്തില്ലേ അപ്പാ? ഓ, മടുത്തോ നിനക്ക്? അത് ഈ സമ്പാദിക്കുന്നതും സേവിങ്സും ഒക്കെ ഒരു വഴിക്ക് പോകുന്നത് കാണുമ്പോഴുള്ള മടുപ്പാണെങ്കിൽ ഇത്രയും കാലം ഈ വീട് ഓടിച്ചോണ്ടിരുന്ന ഞാനൊക്കെ എന്നേ മടുക്കേണ്ടതാ. കാശിന്റെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്. കാശിന്റെ കാര്യം തന്നെ നീ പറഞ്ഞത്. കാശില്ലേ? കാശ് ആവശ്യമില്ലാതെ പറയല്ലേ. ഒരു 10,000 രൂപ തരുന്നതിന്റെ ബലത്തിലാണ് നീ സംസാരിക്കുന്നതെങ്കിൽ ആ കാശ് എനിക്ക് വേണ്ടടാ. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഈ കേസ് നടത്തിക്കൊള്ളാം. എന്റെ കൊച്ചിനെ ചികിത്സിച്ചോളാം. ഞാനല്ല പറഞ്ഞത്. പോവാം. കറണ്ട് ഇല്ലല്ലോ. ರಾಘವ್, ಏನಾಯ್ತು ಸರ್? ಕರೆಂಟ್ ಇಲ್ಲ ಇಲ್ಲಿ. ಬೇರೆ ಎಲ್ಲ ಕಡೆ ಇದೆಯಲ್ಲ ಸರ್. ഹലോ, കറണ്ട് ബിൽ അടയ്ക്കാൻ മറന്നുപോയി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സാധനം വെച്ച കാണൂല. ഇത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ഛേ, ഈ വീട്ടിൽ നിസാരം ഒരു വെളിച്ചം വേണമെങ്കിൽ എന്റെ കൈയെത്തണമെന്ന് മനസ്സിലായില്ലേ? പറയുന്നത്ര എളുപ്പമല്ല കാര്യങ്ങൾ. അതറിഞ്ഞ് പഠിപ്പിക്കാൻ വരണം. ഞങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടായത് വേറെ ആർക്കും ഉണ്ടാവരുതെന്നുള്ള നിർബന്ധമായിരുന്നു പപ്പയ്ക്ക്. അത് ബേസിക്ക് മനസ്സിലായില്ല. കാശിന്റെ കാര്യമല്ല ബേസി ഉദ്ദേശിച്ചതെന്ന് പപ്പയ്ക്ക് മനസ്സിലായില്ല. അമ്മ പറയാറുണ്ട് പ്രശ്നങ്ങളാണ് മനുഷ്യരെ കൂടുതൽ അടുപ്പിക്കുന്നതെന്ന്. പക്ഷെ ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങി ഞങ്ങള് പതിയെ സ്കാറ്റേർഡ് ആയി പോകാൻ തുടങ്ങി. സം സിറ്റുവേഷൻസ് ആർ വിയേർഡ് ആൻഡ് സ്കേറി. അത് വഷളാവുന്നോ നോക്കി നിൽക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മറ്റേ പറഞ്ഞ കാശ് വേണ്ട, ഞാൻ വേറെ അറേഞ്ച് ചെയ്തു. അങ്ങനെ ഡേ ബൈ ഡേ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടി വന്നു. ഹലോ, താങ്ക്സ് മണികളെ. ബിൽ തಗೊಳ್ಳಿ സർ. താങ്ക് യു. കേറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കുഴപ്പമില്ല, ഞാൻ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ക്യാൻസൽ ചെയ്താ പോരെ? ക്യാൻസൽ ചെയ്താൽ 50 രൂപ പോകും. ശരി, പോട്ടെ. ഓക്കെ. ബേസി, കൈ കഴുകിയിട്ട് വാടാ. എനിക്ക് വേണ്ട പണികളെ. വന്നിരിക്കടാ. ഡാ പിലിപ്പേ, നാട്ടിൽ നിന്ന് നിന്റെ ഇളയപ്പം വിളിച്ചിരുന്നു. കേസിന്ന് പിന്മാറിക്കഴിഞ്ഞ ഒരു തുക ഇങ്ങ് തരാന്ന്. അതൊന്നും നടക്കില്ല മണിയങ്ങളെ. കാര്യം അയാൾ നമ്മുടെ അവസ്ഥ കണ്ട് പറഞ്ഞതാ. പക്ഷെ തൽക്കാലം നമുക്കൊന്ന് നേരെ നിൽക്കാനുള്ള പൈസ കിട്ടും. അത് വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെ തന്നെ വിട്ടുകൊടുക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ. ഫിലിപ്പേ, ഒന്നും കൂടി ഒന്ന് ആലോചിക്ക്. അത് ഞാൻ പിള്ളേർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. തന്നെയുമല്ല, കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ കേസ് ജയിക്കും. ആർക്ക് മാറ്റി വെച്ചേക്കുന്നത് പറയുന്നേ? അവൾക്കൊല്ലം പറ്റിയിട്ട് ഞങ്ങൾക്ക് എന്തിനാ എല്ലാം കൂടി? കൂടുതൽ അഭിപ്രായം പറയാറാവുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയാം. ഇനി മിണ്ടാണ്ടിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബേസി,
എന്റെ അത്രയും വളർന്നു എന്ന് പറഞ്ഞ് എന്തു ആകാവുന്നു? അതോ ഞാൻ തല്ലില്ലെന്ന് എന്താ വിചാരിച്ചു? തല്ല്? ഞാൻ ആവശ്യമുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഡേയ്സി! മടുത്ത് ഞാൻ. എന്നാ ഇറങ്ങി പോടാ. പോവാനാണ് എന്നെ പോവായിരുന്നു. നിസ്സാരമായിട്ട് ക്ലോസിൽ പിടിപ്പിക്കാൻ പോലും ഞാൻ ഈ വീട്ടിൽ സ്റ്റക്കാ. എനിക്കോട് ആഗ്രഹങ്ങളൊക്കെ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്തോണ്ടിരിക്കുന്നത്. നിനക്കോ? നിനക്ക് എന്താ ആഗ്രഹങ്ങൾ? എന്താ എനിക്ക് അതൊന്നും പാടില്ലേ? എന്നിട്ട് അതൊന്നും ഇതിനായിട്ട് എഴുന്നള്ളിച്ചിട്ടില്ലല്ലോ. ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? എന്ന് സ്വന്തം കാര്യം മാത്രം. ഇല്ല, പറ്റില്ല മണി, ഞങ്ങൾ എത്ര വെച്ചാൽ ഇതെല്ലാം കേട്ടോണ്ടിരിക്കേണ്ടത്. ആ, ഇപ്പൊ വരാം. ബെറ്റി കണ്ണു തുറന്നു. Betty, look who's here. It's your papa. Do you recognize him? മോളെ പപ്പയാ. Can you guys please wait outside? I'll come to you, okay? Sister? Philip, it's a good sign. നിങ്ങൾ ഈ സിറ്റുവേഷൻ പോസിറ്റീവ്ലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. റിക്കവറി ഇനിയും പെട്ടെന്നായേക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഞങ്ങളുടെ 2 സ്ട്രോങ് പില്ലേഴ്സായ പപ്പയും ബേസിയും ഇപ്പൊ 2 വഴിക്കാണ്. ഡോക്ടർ പറഞ്ഞ ആ പോസിറ്റിവിറ്റി ഒരു ടൈനി ബിറ്റ് പോലും ഞങ്ങളുടെ ഇടയിൽ ബാക്കിയുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഷീ വാസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ്. പണ്ട് ഞാൻ ക്വീനെ എടുത്ത് കളഞ്ഞപ്പോഴും ഒരു ഇറേസർ വെച്ച് കളി കണ്ടിന്യൂ ചെയ്തവള് ഒരിക്കലും ഒന്നിനും തോറ്റു കൊടുക്കില്ല. ആ റിമൈൻഡർ അവൾ ഞങ്ങൾക്ക് തരുമ്പോ ഹൗ കെൻ ഐ ഇഗ്നോർ ദാറ്റ്? ഷീ ഈസ് എ ഫൈറ്റർ. ഷീ വിൽ കം ബാക്ക്. फिलिप, तुम्हारी छुट्टियां हेड ऑफिस की नजरों में आ गई हैं. दे आर नॉट एट ऑल हैप्पी अबाउट यू. സർ, मैंने उनको तुम्हारी सिचुएशन समझाने की कोशिश की, बट आई हैव माई ओन लिमिटेशंस. സർ, യു നോ മൈ സിറ്റുവേഷൻ. अच्छा ठीक है, दिस टाइम यू गो टू दिल्ली फॉर ऑडिट. സർ, जस्ट 4 days, और कोई ऑप्शन नहीं है, जाना ही पड़ेगा. Basil, ആ Sunny is asking for you. Basil, நேற்று லைப் ஆன் ஆப்பில் மேஜர் ஏதோ பக் இருக்கு. கிளைண்ட் இஸ் வெரி டென்ஸ்ட். அந்த இஷ்யூ இமீடியட்டாக ரிசால்வ் பண்ணி அந்த ஆப் ಲೈವ್ பண்ணு. ಸೆಟ್ ದಿಸ್ ಟು ಪ್ರಯಾರಿಟಿ 1. ಓಕೆ ಸರ್. ಫಿಲಿಪ್ ಸರ್, ಒಬ್ರು ಮೀಟ್ ಮಾಡ್ಕೆ ಬಂದಿದ್ದಾರೆ. ಯಾರು? ಸೆಂದಿಲ್ ಅಂತ ಹೇಳಿದ್ರು. ನಾನು ಸ್ವಲ್ಪ ಬಿಸಿ ಇದ್ದೀನಿ, ಅಂತ ಹೇಳ್ಬಿಡು. ಓಕೆ ಸರ್. சார் வணக்கம் சார். சார் தப்பாக நினச்சிக்காதீங்க சார். ஒவ்வொரு தடவையும் கோர்ட்லேருந்து என் பையனை ட்ரீட்மெண்ட்டுக்காக சைக்காட்ரிஸ்ட்டை கூட்டிகிட்டு போயிட்டு கவுன்சிலிங் முடிஞ்சதுக்கப்புறம் மறுபடியும் கோர்ட்டுக்கே கூட்டிகிட்டு போய்கிட்டு இருக்கோம் சார். சார், என் பையன் ஆளே உடஞ்சி போயிருக்கான். ஓ, உங்ககிட்ட நான் இதை கேட்கக்கூடாதுன்னு தெரியும், இருந்தாலும் பெத்த அப்பனா கேட்குறேன். சார் சார், കേസിലിருந்து எப்படியாவது கொஞ்சம் விட்டு கொடுங்க சார். അവര് പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ? இல்லை சார், அப்படிலாம் இல்லை. என் பையனுக்காக நானே தான் சார் கேட்குறேன். വെറുതെ സമയം കളയണ്ട. சார், என் பையனை நீங்கள் தான் சார் காப்பாற்றணும். நான் வேணா உங்கள் காலை வேணாலும் பிடிக்கிறேன் சார். சார், I am helpless.